ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നൊരു ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ടാണ്. ക്രിസ്മസ് ഡെക്കറേറ്റീവ് ബോൾസ്. ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേറ്റീവ് ബോൾസാണിത്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ്. ആ ഗ്ലിറ്റർ ഉള്ളതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ നമ്മൾ ട്രീയിൽ ലൈറ്റും കൂടെ വെക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ആ ഗ്ലിറ്റർ ഇങ്ങനെ ഷൈനിങ് ആകുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ നമുക്ക് അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പല കളേഴ്സിൽ ഉണ്ടാക്കിയിട്ട് നമുക്കൊരു ട്രേയിലൊക്കെ ആക്കിയിട്ട് ഡൈനിങ് ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പം എല്ലാവരും ഡൈനിങ് ടേബിളും വീടൊക്കെ സെറ്റ് ചെയ്യുന്നത് റെഡ്, ഗ്രീൻ, വൈറ്റ്, ഗോൾഡൻ കളർ ആ ഒരു കളർ കോമ്പിനേഷനിലാണല്ലോ. അപ്പോൾ നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു 4 കളറിൽ നമുക്ക് ഈ ബോൾസ് സെറ്റ് ചെയ്തിട്ട് ഡൈനിങ് ടേബിളൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടാവും. ക്രിസ്മസ് ക്രാഫ്റ്റ് ആയിട്ടല്ലാതെ നമുക്ക് വീട്ടിലെ ഒരു നല്ലൊരു ഷോപ്പീസായിട്ട് നമുക്ക് ഈ ഡെക്കറേറ്റീവ് ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. നമുക്ക് ഗ്ലിറ്റർ ഷീറ്റ് വേണം, ഒരു ഗ്ലൂ ഗണ്ണ് വേണം, പിന്നെ അതുപോലെ കുറച്ച് ബീഡ്സ് വേണം. അത് റെഡോ വൈറ്റോ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം. പിന്നെ ഒരു സാറ്റിൻ റിബൺ വേണം, ഒരു സിസേഴ്സ് വേണം, പിന്നെ നമുക്കൊരു റൂളർ വേണം, പിന്നെ നമുക്കൊരു പേപ്പറും ഒരു പെൻസിലും വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലൊരു ബോട്ടിലൊരു ക്യാപ്പാണ്. നമുക്ക് ആ ഗ്ലിറ്റർ ഷീറ്റിൽ കുറച്ച് റൗണ്ടൊക്കെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് ക്യാപ്പിനുള്ളത്. നിങ്ങൾക്ക് സൈസ് വേണമെങ്കിൽ കൂട്ടാം, പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ആ ബോളിൻ്റെ സൈസും വ്യത്യാസപ്പെടും. ഇനി നമ്മൾ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓരോ റൗണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പെൻസിലൊന്നും ഉപയോഗിക്കാതെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇനി ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ റൗണ്ടൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ഇങ്ങനെ ഞാൻ ഒരു 20 പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത പീസൊക്കെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മളൊരു പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ ക്യാപ്പ് തന്നെ എടുത്ത് വെച്ചിട്ട് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്കൊരു റൗണ്ട് വരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ റൗണ്ട് ഒന്ന് നമ്മൾ വെട്ടിയെടുക്കുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ റൗണ്ട് ഒന്ന് ഫോൾഡ് ചെയ്യാണ്. പകുതിയാക്കിയിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒന്ന് വീണ്ടും അതിന് ഓപ്പോസിറ്റായിട്ട് ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നഖം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ ഒരു 3 സ്ഥലത്ത് ഇങ്ങനെ ആ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക പെൻസിൽ കൊണ്ട്. എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആ പോയിൻറ്റ്സ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പം നമുക്കൊരു ട്രയാങ്കിൾ അവിടെ കിട്ടും, ട്രയാങ്കിളിൻ്റെ ഒരു ഡിസൈൻ കിട്ടും. എന്നിട്ട് അതിന് ശേഷം നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ട്രയാങ്കിൾ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ പേപ്പർ പീസ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ റൗണ്ടിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളൊരു ആക്സോ ബ്ലേഡോ ഒരു കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് അത് പീസാക്കി വേറെ വേറെ ആക്കി മാറ്റരുത്. നല്ലൊരു ചെറുതായിട്ടൊരു ലൈൻ കൊടുക്കുക. അതുപോലെ നമ്മൾ ആ 3 സൈഡിലും എന്നിട്ട് ആ ഒരു റൗണ്ടിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 3 സൈഡിലും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതാ ഇപ്പോൾ കാണുന്നില്ല, ഇതുപോലെ ഒരു ചെറിയൊരു മുറിവ് വേണം, എന്നാലത് വിട്ടു പോകാനും പാടില്ല. ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്നിട്ട് നമ്മൾക്ക് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തൊന്ന് ഉള്ളോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളോട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ പുറത്തോട്ട് കാണുന്ന രീതിയിൽ ഒന്ന് എല്ലാ റൗണ്ടും നമ്മൾ ഈ വെട്ടിയെടുത്തിട്ടുള്ള ഈ 20 പീസും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. മുറിഞ്ഞു പോകാൻ പാടില്ല. മുറിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു കട്ടിങ്ങനെ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ്.
ഇങ്ങനെ എല്ലാ പീസും ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതൊരു 3 ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് പിടിച്ചിട്ട് അതുപോലെ വേറൊരു പീസ് എടുത്തിട്ട് അവിടെ ആ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിടിക്കുക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒന്ന് കയ്യിൽ പിടിച്ച ശേഷം നമ്മൾ അതിൽ ഗ്ലൂ ഗൺ ആക്കിയ ശേഷം നമ്മൾ നേരത്തെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കയ്യിൽ വെച്ചല്ലോ, ആ പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്നിട്ട് ആ നേരത്തെ 2 കട്ട് ചെയ്തിട്ടുള്ള ഭാഗം തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടുള്ളതിൻ്റെ നേരെ മേലുള്ള ആ ഭാഗത്ത് ആ കട്ട് ചെയ്ത ഭാഗം നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ വേറൊരു പീസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത ശേഷം അവിടെ ഇതുപോലെ തന്നെ നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് മറ്റേ പീസ് എടുത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. ഈ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗത്ത് തന്നെ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് ഈ സൈഡിൽ ഇതുപോലെ നമ്മൾ ഒട്ടിക്കാൻ പാടില്ല, അവിടെ നമ്മളിങ്ങനെ തുറന്ന് വെക്കണം. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം മാത്രമാണ് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനി ഇതുപോലെ ഇതിൻ്റെ ഈ മേലെ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ ഒട്ടിക്കുന്ന ആ ഒരു രീതി ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് ആദ്യം ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ, പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മതി. ഇതുപോലെ ഞാനിവിടെ ഒരു 5 പീസ് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു 5 പീസ് നമ്മളിങ്ങനെ ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മൾ ഇതിൻ്റെ ആ 2 എൻഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. വളരെ എളുപ്പമാണ് ചെയ്യാൻ. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നും. അത് കറക്റ്റ് ആ ഒരു ഫോൾഡിങ് നോക്കി ഒട്ടിച്ചാൽ മതി, അപ്പം നല്ല വൃത്തിയായിട്ട് കിട്ടും. ആദ്യം ഒരു ഭാഗം ചെയ്തിട്ട് അതിനെ ഇങ്ങനെ നെയ്തുന്ന പോലെയുള്ള ആ ഒരു ഭാഗത്ത് പിന്നെ മറ്റേ പീസ് വെച്ച് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം അതുപോലെ അതിൻ്റെ ആ എഴുതിയ പോലെയുള്ള ഭാഗത്ത് നമ്മൾ വീണ്ടും വേറൊരു പീസ് വെച്ച് ഒട്ടിക്കാം. എന്നിട്ട് ഇതുപോലെ 2 എൻഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. ശരിക്കും സ്റ്റിക്ക് ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെയുള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഗ്ലൂ ഗണ്ണിൻ്റെ ആ ഒരു ത്രെഡൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് മാറ്റുക. ഇനി നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ഒട്ടിക്കാനുള്ളത്. കാരണം ഒരു എഴുതിയ പോലെയുള്ള ആ ഭാഗത്തുള്ള ഫോൾഡാണ് നമ്മളിനി സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളൊരു പീസ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കുക. അതിനുശേഷം ഇതുപോലെ മേലത്തെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഒരു പീസ് വെക്കുക. പിന്നെ അടുത്തത് ഇതുപോലെ എഴുതിയ പോലെ അവിടെ ഒരു ഫോൾഡ് ചെയ്തിട്ട് ചെയ്യാം. ഒട്ടിക്കുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി മേലെയാണ് നമ്മൾ സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ എല്ലാ പീസും ഒന്ന് നമ്മൾ ആ ഒരു പാറ്റേണിൽ തന്നെ നമ്മളൊന്ന് ചെയ്തെടുക്കുക. ഇതുപോലുള്ള ഒരു പാറ്റേൺ ആണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ആ 2 എൻഡും കൂടെ ഒന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക.
ഇപ്പം ഞാൻ ഈ 2 പീസും കൂടെ ഒന്ന് നന്നായിട്ട് ജോയിൻ ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3ാമത്തെ പീസും കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് ജോയിൻ ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ഇത് നല്ല പഫി ആയിട്ട് നിൽക്കണം, കുറച്ചും കൂടി ഒരു വെയിറ്റിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വല്ല കോട്ടനോ അല്ലെങ്കിൽ വല്ല ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടാൽ മതി. ഈ 3ാമത്തെ പീസ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധിക്കണം. കാരണം നമുക്കിത് പിടിക്കുന്ന സമയത്ത് ഒരു ബോൾ പോലെ നിൽക്കുന്നതുകൊണ്ട് ഏത് ഭാഗത്താണ് ഒട്ടിക്കാത്തതെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ തുറന്ന് നോക്കിയിട്ട് എവിടെയാണോ ഒട്ടിക്കാത്തത് ആ ഭാഗത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഗ്ലൂ ഗൺ ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഈ ബോൾ ശരിക്ക് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സാറ്റിൻ്റെ റിബൺ എടുത്തിട്ട് നമ്മൾ ഒരു ഹോളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു പെൻസിലോ എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ളൊരു സാധനം എടുത്തിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അതൊന്ന് ശരിക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്യാം. ഇപ്പം നമ്മളെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്നൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബീഡ്സ് നമ്മൾ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമുക്ക് ആ ഒട്ടിച്ച ഭാഗത്ത് ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ചെറിയൊരു ഹോൾസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ ബീഡ്സ് സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഞാനിവിടെ റെഡ് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോൾഡൻ കളറോ അല്ലെങ്കിൽ വൈറ്റോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അത് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ഗ്യാപ്പിലൊന്ന് വലിച്ച് പിടിച്ചിട്ട് ആ ഒരു മുത്ത് വെച്ച ശേഷം ഒന്ന് ഉള്ളോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ഷീറ്റും ആ മുത്തും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയിക്കോളും. ഇതായിപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആ ഒരു ബോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് ട്രീയിലൊക്കെ ചെയ്തെടുത്താൽ. അപ്പോൾ കുറഞ്ഞ ചിലവിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണും വരേക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.